ലാൻഡിംഗ് പേജിലെ കാഴ്ചക്കാരുടെ എണ്ണം ബാർക്ക് റേറ്റിംഗിൽ ഉൾപ്പെടുത്താനാകില്ലെന്ന കേന്ദ്ര സർക്കാർ വിജ്ഞാപനത്തിനുള്ള സ്റ്റേ ഹൈക്കോടതി നീക്കി. വാർത്താവിതരണ പ്രക്ഷേപണ മന്ത്രാലയത്തിന്റെ അപേക്ഷയിലാണ് ഹൈക്കോടതിയുടെ ഇടക്കാല ഉത്തരവ്. റേറ്റിംഗ് സംവിധാനം പരിഷ്കരിച്ചതിനെതിരെ കേബിൾ TV ഓപ്പറേറ്റർമാരടക്കം സമർപ്പിച്ച ഹർജി ഹൈക്കോടതി 6 ആഴ്ചയ്ക്ക് ശേഷം വിശദമായ വാദം കേൾക്കും. TV ഓൺ ചെയ്യുമ്പോൾ ആദ്യം കാണുന്ന ലാൻഡിംഗ് പേജിലെ കാഴ്ചക്കാരുടെ എണ്ണം ബാർക്ക് റേറ്റിംഗിൽ ഉൾപ്പെടുത്താനാകില്ലെന്ന കേന്ദ്ര സർക്കാർ വിജ്ഞാപനത്തിനുള്ള സ്റ്റേയാണ് ഹൈക്കോടതി നീക്കിയത്. കേന്ദ്ര വാർത്താവിതരണ പ്രക്ഷേപണ മന്ത്രാലയത്തിന്റെ അപേക്ഷയിലാണ് ഹൈക്കോടതിയുടെ അനുകൂല ഇടക്കാല ഉത്തരവ്. റേറ്റിംഗ് സംവിധാനം പരിഷ്കരിച്ചതിനെതിരെ കേബിൾ TV ഓപ്പറേറ്റർമാരടക്കം സമർപ്പിച്ച ഹർജി ഹൈക്കോടതി 6 ആഴ്ചയ്ക്ക് ശേഷം വിശദമായി വാദം കേൾക്കാനും തീരുമാനിച്ചു. ലാൻഡിംഗ് പേജ് മാർക്കറ്റിംഗിന് വേണ്ടി മാത്രമുള്ളതാണെന്ന് കേന്ദ്ര സർക്കാർ അറിയിച്ചിരുന്നു. വിശ്വാസ്യതയും സുതാര്യതയും ടെലിവിഷൻ റേറ്റിംഗിൽ ഉണ്ടാക്കുകയാണ് പുതിയ ചട്ടത്തിന്റെ ലക്ഷ്യം. ചാനലുകൾ റേറ്റിംഗിൽ കൃത്രിമത്വം കാണിക്കുന്നത് തടയുകയാണ് പ്രധാന ഉദ്ദേശമെന്നതുൾപ്പെടെയുള്ള കേന്ദ്രത്തിന്റെ വാദങ്ങൾ അംഗീകരിച്ചാണ് സ്റ്റേ നീക്കിയത്. പണം കൊടുത്ത് ലാൻഡിംഗ് പേജ് വാങ്ങി ബാർക്ക് റേറ്റിംഗിൽ മുന്നിലെത്താനുള്ള ചുരുക്കം ചില മാധ്യമങ്ങളുടെ മാർക്കറ്റിംഗ് തന്ത്രം ഇതോടെ പാളി. ബാർക്കും ലാൻഡിംഗ് പേജ് കാഴ്ചക്കാരുടെ എണ്ണം റേറ്റിംഗിന് പരിഗണിക്കുന്നതിനെ എതിർത്തിരുന്നു. ബാർക്ക് റേറ്റിംഗിൽ നിന്ന് ലാൻഡിംഗ് പേജിനെ പൂർണ്ണമായും ഒഴിവാക്കിയായിരുന്നു കേന്ദ്ര സർക്കാരിന്റെ വിജ്ഞാപനം. ജനം, കൊച്ചി.